എനിക്ക് കുഞ്ഞിലെ അമ്മയുടെ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിയിരിക്കുന്നത് എൻ്റെ മറവിക്കാണ് കേട്ടോ. നിനക്കെന്തൊരു മറവിയാണേ എന്ന് പറയും. ഒരു സാധനം എവിടെ വെച്ചാലും പിന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ അങ്ങനെ മറന്നു വെച്ചിട്ടുള്ള ഒരു കുതിർക്കാനിട്ടിട്ടുള്ള ചെറുപയർ ബൗളിൽ നിന്നാണ് കേട്ടോ എൻ്റെ സ്പ്രൗട്ടിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും സംഭവം ഒരു അബദ്ധമായിരുന്നു എന്നുണ്ടെങ്കിലും അന്ന് മുതൽ എൻ്റെ മെനുവിൽ സ്ഥിരം ഇടം പിടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ചെറുപയർ മുളപ്പിച്ചത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്ങനെയാണ് ചെറുപയർ മുളപ്പിക്കുക എന്നുള്ളത്. എന്നാലും അങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ എങ്ങനെയാണ് ചെറുപയർ മുളപ്പിക്കണതെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ അറിയാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. സപ്പോസ് നമുക്ക് നാളെയാണ് ഈ കറി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വെള്ളത്തിൽ കുതിർത്തിയിടണം. എന്നിട്ട് രാത്രിയാവുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുക്കുക. എന്നിട്ട് അതിൽ ചെറുപയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നെക്സ്റ്റ് മോർണിംഗ് ഒക്കെ ആകുമ്പോൾ അതിൽ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ നോർമലി ഈ ഒരു സ്റ്റേജിൽ തന്നെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടി വെക്കാം. അപ്പോൾ അതിൻ്റെ റൂട്ട് നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനു മുന്നേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. കണ്ടോ, ഇത്രയും ഇതിൻ്റെ മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അധികം വെയിറ്റ് ചെയ്യണ്ട, കാരണം ഇനി വെയിറ്റ് ചെയ്യുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആയി തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതല്ല ഇനിയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. സിമ്പിളല്ലേ, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ, ബൈ.